തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം നിർമ്മിച്ച വാസയോഗ്യമല്ലാത്ത വീടുകൾ വി മുരളീധരൻ സന്ദർശിച്ചു. ഗ്രാമപഞ്ചായത്തിലെ പുത്തനട 6-ാം വാർഡിലെ സുനാമി പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളാണ് മുൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സന്ദർശിച്ചത്. സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയ വീടുകൾ അപകടാവസ്ഥയിലായത് താമസക്കാരുടെ ജീവന് ഭീഷണിയാകുന്നത് ചൂണ്ടിക്കാട്ടി BJP അഞ്ചുതെങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയാണ് സന്ദർശന പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. ഓരോ തവണ അപകടങ്ങൾ ഉണ്ടാവുമ്പോഴും തങ്ങൾ അധികൃതരെ സമീപിക്കാറുണ്ടെന്നും വാസയോഗ്യമല്ലാത്ത വീടുകളിൽ നിന്നും മാറി താമസിക്കാനുള്ള നിർദ്ദേശം മാത്രമാണ് ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് നൽകുന്നതെന്നും വാടക വീട് പോലുള്ള മറ്റ് സംവിധാനങ്ങളിലേക്ക് പോകുവാനുള്ള സാമ്പത്തിക സാഹചര്യമുള്ളവരല്ല തങ്ങളെന്നും താമസക്കാർ വി മുരളീധരനോട് പറഞ്ഞു. അവര് 10 ലക്ഷം കൊടുക്കുന്നു. ഈ 10 ലക്ഷം രൂപ കൊടുക്കുന്നതിൽ ഈ പാവങ്ങൾക്ക് അതിൽ അവർ 5 ലക്ഷം രൂപ കൊടുക്കുന്നു, 2 ലക്ഷം രൂപ കൊടുക്കാറ്. ഇത് ഒന്നിലർക്കപ്പെടാത്തവർക്ക് ഒരു കുടുംബം ഒന്നിന് 2 പെൺമക്കളുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞ് 2 വർഷം എത്തും മുമ്പ് അവർക്ക് 2 പേർക്കും 10 ലക്ഷം രൂപ വീതമുള്ള വീട് കഴിഞ്ഞു. ജോലി ചെയ്ത കാര്യമില്ല. 2 പെൺമക്കളുള്ള 2 ഭാഗത്താണ്, മോനുള്ള ഭാഗത്താണ്. ഒരു ഭർത്താവുണ്ട്, ജോലിക്ക് പോകില്ല, 7 വർഷമായി വീട്ടിൽ തന്നെ. ഞാൻ കുട്ടയെടുത്ത് ചുമന്നാണ് ഞാൻ കൊണ്ടു കൊടുക്കുന്നത്. എനിക്കിപ്പോൾ രാത്രികളിൽ കിടക്കാൻ അത്രയ്ക്ക് ഭയം സത്യമാണ്. ഏത് നിമിഷവും വന്ന് തകർന്ന് വീഴും. ഇതൊക്കെ ചെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും വന്ന് പറയുന്നതെല്ലാം ഇതാണ്. ആര് വന്നിരുന്ന നിങ്ങൾ എന്തിനിവിടെ കിടക്കണം, നിങ്ങൾ ഇവിടുന്ന് വീട് മാറിയേര്. ഞങ്ങൾ അപ്പം അവസാന ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു ശരി ഞങ്ങൾ മാറി താമസിക്കാം, പഞ്ചായത്ത് ഒഴിഞ്ഞു കിടക്കയില്ലേ, ആ പഞ്ചായത്ത് ഞങ്ങൾക്ക് തന്നേരാം, ഞങ്ങൾക്ക് അവിടെ അതെന്തോ സംസാരമാണ്. നമ്മളിവിടുത്തെ മുമ്പർ പറഞ്ഞതാണ്. കഴിഞ്ഞ ആഴ്ച ഇപ്പം 3-4 ദിവസമായുള്ളൂ ഇവിടെ ലിജ ബോസ് വന്നായിരുന്നു. അവർക്കടുത്ത് എല്ലാവർക്കും അവസരത്തെ അവർ പറഞ്ഞ 4 ലക്ഷം രൂപയുണ്ട്. എന്തിനു വേണ്ടി? നിങ്ങളുടെ വീട് മെയിൻ്റനൻസ്. ഞങ്ങൾക്ക് 2007 ഇത് സംഭവിച്ചതാണ്. 2007 സംഭവിച്ചെങ്കിലും 3-4 കൊല്ലം പേര് ഞങ്ങൾ പൊരിഞ്ഞ വെയിലത്ത് മരുഭൂമിയിൽ കിടന്ന കണക്കൊക്കെ ഞങ്ങൾ കിടന്നു. അവസാനം ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ ഷെഡ് അടിച്ച് തന്നായിരുന്നു. അവിടെ ഞങ്ങൾ കിടന്നു. 2011 നമുക്ക് ഈ വീട് തന്നു. ഈ വീട്ടിന് ഞങ്ങൾക്കൊരു വീടൊന്നിന് ഞങ്ങൾക്ക് അവർ തന്ന കളക്ഷൻ എന്ന് വെച്ചാൽ 2,82,000 രൂപ. ഇത് വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യും? ഈ കൊടുത്ത കോൺട്രാക്ടർമാരാണെന്ന് വെച്ചാൽ സിമെൻറ്റ് ചേർക്കാതെയൊക്കെ മണൽ വെച്ച് അവർ കാട്ടി ഏതൊരു ഭവനം വെച്ചിരുന്നാലും ഞങ്ങൾക്ക് അതിൽ 5 വർഷം പോലും ഞങ്ങൾ അതിൽ തികച്ച് താമസിച്ചിട്ടില്ല. ഞങ്ങളുടെ വീട് പണയപ്പെടുത്തിയാണ്. ഈ ഒരു വീട്ടിനകത്ത് ഞങ്ങൾ 3 മക്കൾ, 3 മരുമക്കൾ, 6 ചെറുമക്കൾ, 2 അച്ഛനും, ഇത്രയും പേര് അടങ്ങിക്കിടക്കുന്നതാണ് ഈ ഒരു ഭവനം. ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് 2 റൂം, ഒരു വരാന്ത, ഒരു അടുക്കള. ബാത്റൂമാണെന്ന് വെച്ചാൽ നമുക്ക് നിന്ന് തിരിയാൻ പറ്റത്തില്ല. വരുന്ന ഇതിനൊന്നും ഒരു ഒഴിവില്ല. ഇതെന്ന് വെച്ചാൽ മണ്ണ് പോലും നിരത്താതെയാണ് അതിനകത്തേക്ക് കെട്ടി. ഇന്ന് ഒന്ന് ആഞ്ഞു വെട്ടിയ ഇവിടെ അത്രയും വെള്ളമാണ് 4 ഇതിൽ. അതുകൊണ്ട് ദയവ് ചെയ്ത് സാറേ ഞങ്ങൾക്ക് ഇത് ഞങ്ങൾക്ക് മെയിൻ്റനൻസിനായിട്ട് ഒന്നും വേണ്ട. ഇതൊന്ന് ഇടിച്ച് പൊളിച്ച് ഞങ്ങൾക്കൊരു ഭവനം കെട്ടിത്തരണമെന്ന് എത്രയും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കും. കോളനിവാസികളായ 100ഓളം കുടുംബങ്ങളിൽ നിന്നും ശേഖരിച്ച് തയ്യാറാക്കിയ നിവേദനം സന്ദർശന വേളയിൽ മുരളീധരന് കൈമാറി. കോൺക്രീറ്റ് പാളികൾ ഇളകി വീണ് ചോർന്നൊലിക്കുന്ന മേൽക്കൂരകളും ശുചിമുറികളും അദ്ദേഹം നേരിൽ കണ്ട് സ്ഥിതിഗതികൾ താമസക്കാരായ കുടുംബങ്ങളിൽ നിന്നും മനസ്സിലാക്കി. കോളനിവാസികളുടെ ആവശ്യം ന്യായമാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. നോർത്ത് ജില്ലാ പ്രസിഡന്റ് RS രജികുമാർ, പ്രഭാരി ഒറ്റൂർ മോഹൻദാസ്, കടക്കാവൂർ അശോകൻ, സെക്രട്ടറിമാരായ NS സജു, രാജേഷ് മാധവൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പൂണത്തുമൂട് മണികണ്ഠൻ, അനീഷ് പത്മനാഭൻ, അഞ്ചുതെങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഞ്ചുതെങ്ങ് സജൻ, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ബിജു ജോസഫ്, എഡിസൺ പെൽസിയാൻ, കടക്കാവൂർ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി രേഖ സുരേഷ്, അഞ്ചുതെങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ജോൺ സക്കറിയാസ്, കമ്മിറ്റി അംഗം കേട്ടുപുര മൃണാൾ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. തലസ്ഥാന വാർത്തകൾ അഞ്ചുതെങ്ങ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് റേബിനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.